കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എരുമപ്പെട്ടി പഞ്ചായത്ത് കരിയന്നൂരിൽ കാട്ടുപന്നികളുടെ ശല്യത്തിൽ വലഞ്ഞ് കർഷകർ. കഴിഞ്ഞ ദിവസങ്ങളായി 750-ലധികം നേന്ത്രവാഴ തൈകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. എരുമപ്പെട്ടി കരിയന്നൂരിലാണ് കാട്ടുപന്നികൾ വാഴകൾ നശിപ്പിച്ചത്. കൃഷി നശിപ്പിക്കുന്നത് ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കർഷകരെ ദുരിതത്തിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളായി 750-ലധികം നേന്ത്രവാഴ തൈകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. സുരേഷ്, വിജയൻ, അബ്ദുൾ റഹ്മാൻ, നാരായണൻ നായർ, അശോകൻ, അനന്തൻ, വേലായുധൻ, ദിനേശ് എന്നിവരുടെ നേന്ത്രവാഴകളാണ് നശിപ്പിച്ചിട്ടുള്ളത്. 1 മാസം മുതൽ കുലയ്ക്കാറായ വാഴകൾ വരെ വിവിധ പ്രായത്തിലുള്ള വാഴത്തൈകളാണ് നശിപ്പിച്ചിട്ടുള്ളത്. തണ്ട് കുത്തിമറിച്ച് കിഴങ്ങിൻ്റെ ഭാഗത്തെ ദ്രാവകം കുടിക്കുന്നതാണ് കാട്ടുപന്നികളുടെ രീതി. കുത്തിമറിച്ചിടാൻ ശ്രമം നടത്തിയ വാഴകളും പിന്നീട് നശിക്കുന്നതും വലിയ നഷ്ടമുണ്ടാക്കും. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. ചെങ്ങാലിക്കോടൻ നേന്ത്രൻ കൂടാതെ സ്വർണ്ണമുഖി, കമ്പം തേനി നേന്ത്രൻ, മറ്റു നാടൻ വാഴകളും നശിപ്പിച്ചതിൽ ഉൾപ്പെടുന്നു. 150 വാഴകളും എൻ്റെ പോയി. മറ്റേ കർഷകരെ ഇവിടെ സുരേഷിൻ്റെ, നാരായണൻ നായരുടെ, അങ്ങനെ വേലായുധേട്ടൻ്റെ, അങ്ങനെ കുറെ കർഷകരെ വാഴ ഇതുപോലെ കണ്ണുമാനം പോയിട്ടുണ്ട്. ഹൈദറമാൻക്ക, അങ്ങനെ ഉണ്ണിമൻക്ക, അങ്ങനെ കുറെ ആൾക്കാർ ഇതുപോലെ പോയിട്ടുണ്ട്. എന്തെങ്കിലും ഓരോ ഭാഗമാണ് പോകുന്നത്. കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് കൃഷിയിടത്തിന് ചുറ്റും കുപ്പികളിൽ വിവിധ ലായനികൾ കെട്ടിയിടുകയും വേലിക്കമ്പി 3 നിരകളായി കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കാട്ടുപന്നികൾ ഇവയെല്ലാം മറികടക്കുകയാണ്. വെടിവെക്കാൻ ആളെത്തിയപ്പോൾ കാട്ടുപന്നികളെ കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. 60 ഏക്കറോളം വരുന്ന നെൽകൃഷിയിലും കാട്ടുപന്നികളുടെ ശല്യമുണ്ട്. കർഷകരുടെ നെല്ലുകൾ സമൃദ്ധി നാശനഷ്ടം വരുത്തുന്നുണ്ട്. പന്നികളുടെ ശല്യം ഭയങ്കര അതിരൂക്ഷമായിട്ട് പന്നികൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർഷകരിന് എന്താ വേണ്ടെന്നുള്ളത് അറിയില്ല. കർഷകരുടെ കാര്യമൊക്കെ ദരിദ്രരാവാണ് കർഷകർ മൊത്തം. എരുമപ്പെട്ടി ചെങ്ങാലിക്കോടൻ ബനാന ഗ്രാവേഴ്സ് അസോസിയേഷന് 2016 ദേശീയ പ്ലാന്റ് ജിനോം സേവിയർ കമ്മ്യൂണിറ്റി പുരസ്കാരവും ലഭിച്ചിരുന്നു. കാട്ടുപന്നികളിൽ നിന്നും കൃഷിയെ രക്ഷിക്കാൻ അടിയന്തര നടപടിയെടുത്തിട്ടില്ലെങ്കിൽ കൃഷി അവസാനിപ്പിക്കുകയേ വഴിയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത്. കർഷകരെല്ലാവരും നെൽകൃഷി, അതുമാതിരി വാഴകൃഷി, എല്ലാ കൃഷിയും നിർത്താൻ പോവുകയാണ്. അല്ലാതെ നിർത്തല പാകല്ല. എന്താ വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കാൻ വേറെ വഴിയില്ല.